ഒരു പാതിരാത്രിയിൽ എൻ്റെ ഒരു സുഹൃത്ത് ശ്രേയയ്ക്ക് സംഭവിച്ചൊരു കാര്യമാണിത്. ശ്രേയ ഒരു കോളേജ് വിദ്യാർത്ഥിനിയാണ്. അവൾക്ക് വായിക്കാനും പ്രത്യേകിച്ച് പഴയ ചരിത്ര പുസ്തകങ്ങളും മിത്തുകളുമൊക്കെ പഠിക്കാനും വലിയ താൽപ്പര്യമായിരുന്നു. അവൾക്ക് ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കാനായിരുന്നു ഇഷ്ടം. കാരണം അവിടെയാണ് അവൾക്ക് പുസ്തകങ്ങളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിച്ചിരുന്നത്. അങ്ങനെയിരിക്കെ ശ്രേയയുടെ കോളേജ് ലൈബ്രറിയിൽ അവർ ഒരു പുതിയ വിഭാഗം തുടങ്ങി. അപൂർവവും നിഗൂഢവുമായ പുസ്തകങ്ങൾ, റെയർ ആൻഡ് ഒക്കൾട്ട് ബുക്സ്. ഇത് കേട്ടപ്പോൾ തന്നെ ശ്രേയയ്ക്ക് വലിയ ആകാംക്ഷയായി. അവൾ ഉടൻ തന്നെ ലൈബ്രറിയനെ കണ്ട് ആ വിഭാഗത്തിൽ കയറാനുള്ള അനുവാദം വാങ്ങി. ലൈബ്രറിയിലെ ആ പ്രത്യേക മുറിയിലേക്ക് കടന്നപ്പോൾ തന്നെ ശ്രേയയ്ക്ക് ഒരു തരം തണുപ്പ് അനുഭവപ്പെട്ടു. അവിടെ മുഴുവൻ പഴയ പുസ്തകങ്ങളുടെയും മരത്തിൻ്റെയും മണമായിരുന്നു. അവിടെ ഒരുപാട് പഴക്കമുള്ള പുസ്തകങ്ങളുണ്ടായിരുന്നു. ചില പുസ്തകങ്ങൾക്ക് ഒരുപാട് വർഷങ്ങളുടെ പഴക്കമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ഓരോ പുസ്തകങ്ങളും നോക്കി നടന്നു. ഒടുവിൽ അവളുടെ കണ്ണുകൾ ഒരു പഴയ തുകൽ പുറംചട്ടയുള്ള പുസ്തകത്തിലുടക്കി. അതിന് യാതൊരു പേരും ഉണ്ടായിരുന്നില്ല, വെറും ഒരു മങ്ങിയ ചിഹ്നം മാത്രം. പുസ്തകം തുറന്നു നോക്കിയപ്പോൾ അതിലെഴുതിയ ഭാഷ അവൾക്ക് മനസ്സിലായില്ല. അത് കണ്ടാൽ വിചിത്രമായ ചിത്രങ്ങളും ചിഹ്നങ്ങളും നിറഞ്ഞതായിരുന്നു. എങ്കിലും ഒരുതരം ആകർഷണം ആ പുസ്തകത്തിലേക്ക് അവളെ അടുപ്പിച്ചു. അവൾ ആ പുസ്തകം വായിക്കാൻ വേണ്ടി തൻ്റെ ഹോസ്റ്റൽ മുറിയിലേക്ക് കൊണ്ടുപോയി. സാധാരണ പുസ്തകങ്ങൾ ഹോസ്റ്റലിൽ കൊണ്ടുപോകാൻ അനുവാദമില്ലായിരുന്നു. പക്ഷേ ഈ പുസ്തകം ഒരു കൗതുകം പോലെ അവൾക്ക് തോന്നി. രാത്രിയായി. ഹോസ്റ്റലിൽ എല്ലാവരും ഉറങ്ങിക്കാണും. ശ്രേയ ലൈറ്റ് അണച്ച് തൻ്റെ ഡെസ്ക് ലാമ്പ് മാത്രം തെളിയിച്ച് ആ പുസ്തകം തുറന്നു. അത് വളരെ പഴയൊരു ഡയറിയാണെന്ന് അവൾക്ക് മനസ്സിലായി. ഒരാൾ തൻ്റെ അനുഭവങ്ങൾ കുറിച്ചുവച്ചതാണ്. എഴുതിയ ഭാഷ അവൾക്ക് പൂർണ്ണമായി മനസ്സിലായില്ലെങ്കിലും ചിത്രങ്ങളും ചില വാക്കുകളുടെ സാമ്യങ്ങളും വെച്ച് അവൾക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടി. അതൊരു മന്ത്രവാദിയോ അല്ലെങ്കിൽ നിഗൂഢമായ ശക്തികളിൽ വിശ്വസിക്കുന്ന ആളോ എഴുതിയ ഡയറിയാണെന്ന് അവൾക്ക് തോന്നി. ഡയറിയിൽ പലതരം ആഭിചാരക്രിയകളെക്കുറിച്ചും ആത്മാക്കളെ വിളിച്ചു വരുത്തുന്നതിനെക്കുറിച്ചുമെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പ്രത്യേക അധ്യായത്തിൽ ഒരു കണ്ണാടി ഉപയോഗിച്ച് മരിച്ചവരുമായി സംസാരിക്കുന്നതിനെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നു. ഒരു പ്രത്യേക സമയത്ത് ചന്ദ്രൻ ഉദിച്ചു നിൽക്കുമ്പോൾ ആ കണ്ണാടിയിൽ നോക്കി ചില മന്ത്രങ്ങൾ ഉരുവിട്ടാൽ മരിച്ചവരുടെ ലോകം തുറക്കുമെന്നാണ് അതിൽ പറയുന്നത്. ശ്രേയയ്ക്ക് വല്ലാത്തൊരു തണുപ്പ് അനുഭവപ്പെട്ടു. ഇത് വെറുമൊരു കെട്ടുകഥയാണെന്ന് അവൾ സ്വയം വിശ്വസിക്കാൻ ശ്രമിച്ചു. എങ്കിലും ആ ഡയറിയുടെ ആകർഷണം അവളെ വിട്ടുപോയില്ല. അവൾ ഡയറിയിലെ ആ കണ്ണാടിയുടെ ചിത്രവും അതിലെ മന്ത്രങ്ങളും ശ്രദ്ധയോടെ നോക്കി. അപ്പോഴാണ് അവൾ തൻ്റെ മുറിയിലെ ചെറിയ മേശപ്പുറത്തിരുന്ന വൃത്താകൃതിയിലുള്ള കണ്ണാടി ശ്രദ്ധിച്ചത്. അവളുടെ കൈകൾ അറിയാതെ ആ കണ്ണാടിയിലേക്ക് നീണ്ടു. ഡയറിയിൽ പറഞ്ഞിരിക്കുന്ന സമയവും ഏകദേശം രാത്രിയുടെ മധ്യമായിരുന്നു. ഒരു പരീക്ഷണം എന്ന നിലയിൽ ആ ഡയറിയിൽ പറഞ്ഞിരിക്കുന്നതുപോലെ അവൾ മെഴുകുതിരികൾ കത്തിച്ച് കണ്ണാടിക്ക് ചുറ്റും വെച്ചു. ഡെസ്ക് ലാമ്പ് അണച്ച് മുറിയിൽ മെഴുകുതിരി വെളിച്ചം മാത്രം നിറഞ്ഞു. ഡയറിയിൽ പറഞ്ഞിരുന്ന മന്ത്രം അവൾ പതിയെ ഉരുവിട്ടു. അവളുടെ ശബ്ദം മുറിയിൽ പ്രതിധ്വനിച്ചു. ആദ്യമൊന്നും സംഭവിച്ചില്ല. ശ്രേയയ്ക്ക് ഒരുതരം നിരാശ തോന്നി. ഇത് വെറും മണ്ടത്തരമാണെന്ന് അവൾ വിചാരിച്ചു. അപ്പോഴാണ് അവൾ ശ്രദ്ധിച്ചത്, കണ്ണാടിയിൽ ഒരു നേരിയ മഞ്ഞ് പടരുന്നത് പോലെ. മഞ്ഞ് മാറി വന്നപ്പോൾ കണ്ണാടിയിൽ അവളുടെ മുഖമല്ല കണ്ടത്, അത് മറ്റൊരു രൂപമായിരുന്നു. ഒരു സ്ത്രീയുടെ മുഖം. അവളുടെ മുഖം വല്ലാതെ വികൃതമായിരുന്നു. കണ്ണുകൾ ശൂന്യമായി. ചുണ്ടുകൾ എന്തോ മന്ത്രിക്കുന്നത് പോലെ തോന്നി. ശ്രേയ ഞെട്ടിപ്പോയി. അവൾ കണ്ണാടിയിൽ നിന്ന് കണ്ണെടുക്കാതെ ആ രൂപത്തെ നോക്കി. അവളുടെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. കണ്ണാടിയിലെ രൂപം പതിയെ അവളോട് എന്തോ പറയാൻ ശ്രമിക്കുന്നത് പോലെ തോന്നി. ആ ശബ്ദം വളരെ നേർത്തതും ദൂരെ നിന്നുള്ളതുമായിരുന്നു. പക്ഷേ അത് അവളുടെ മനസ്സിലേക്ക് നേരിട്ട് വരുന്നതുപോലെ അവൾക്ക് തോന്നി. എന്നെ സഹായിക്കൂ, എന്നെ പുറത്ത് കടത്തൂ. ശ്രേയ പേടിച്ച് പിന്നോട്ട് മാറി. അവൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. അവൾ വേഗത്തിൽ മെഴുകുതിരികൾ ഊതിക്കെടുത്താൻ ശ്രമിച്ചു. ഓരോ മെഴുകുതിരിയും കെടുത്തുമ്പോൾ കണ്ണാടിയിലെ രൂപം കൂടുതൽ വ്യക്തമാവുകയും അതിൻ്റെ ശബ്ദം ഉച്ചത്തിലാവുകയും ചെയ്തു. അവസാനത്തെ മെഴുകുതിരി കെടുത്താൻ അവൾ ശ്രമിക്കുമ്പോൾ കണ്ണാടിയിലെ രൂപം പെട്ടെന്നൊരു വലിയ നിലവിളിയോടെ അവളുടെ നേർക്ക് ചാടി വീഴാൻ ശ്രമിച്ചു. ശ്രേയ നിലവിളിച്ചുകൊണ്ട് നിലത്തു വീണു. കണ്ണാടി അവളുടെ കയ്യിൽ നിന്ന് തെറിച്ച് നിലത്തു വീണു. കണ്ണാടി പൊട്ടിയില്ല, പക്ഷേ അതിൻ്റെ തിളക്കം നഷ്ടപ്പെട്ടു. മുറിയിൽ വീണ്ടും ഇരുട്ട് നിറഞ്ഞു. അവൾക്ക് വല്ലാതെ പേടിയായി. താൻ എന്ത് മണ്ടത്തരമാണ് കാണിച്ചതെന്ന് അവൾ ഓർത്തു.
രാത്രി മുഴുവൻ അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കട്ടിലിൻ്റെ ഒരു മൂലയിൽ ചുരുണ്ടുകൂടി അവളിരുന്നു. എപ്പോഴോ അവൾ മയങ്ങിപ്പോയി. രാവിലെ വെളിച്ചം വന്നപ്പോൾ അവൾ പതിയെ എഴുന്നേറ്റു. അവളുടെ തലയ്ക്ക് വല്ലാത്ത ഭാരം അനുഭവപ്പെട്ടു. അവൾ നിലത്ത് വീണുകിടന്ന കണ്ണാടി എടുത്തു നോക്കി. അതിന് യാതൊരു കേടുപാടുമില്ല, സാധാരണ കണ്ണാടി പോലെ തന്നെ. അവൾ ഡയറിയും നോക്കി. ഡയറിയിലെ ചിത്രങ്ങൾക്കും ഭാഷയ്ക്കും മാറ്റമൊന്നുമില്ല. താൻ കണ്ടതെല്ലാം ഒരു പേടിസ്വപ്നമായിരുന്നോ എന്ന് അവൾ ചിന്തിച്ചു. എങ്കിലും അവൾക്ക് ആ ഡയറിയിൽ ഒരുതരം പേടിയായി. അവൾ ആ ഡയറി തിരികെ ലൈബ്രറിയിൽ കൊണ്ടുപോയി അത് തിരികെ അതേ ഷെൽഫിൽ വെച്ചു. ലൈബ്രറിയനോട് അവൾ ഒന്നും പറഞ്ഞില്ല. പക്ഷേ അതിനുശേഷം ശ്രേയയ്ക്ക് ചില വിചിത്രമായ അനുഭവങ്ങളുണ്ടാകാൻ തുടങ്ങി. രാത്രിയിൽ അവൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ചിലപ്പോൾ ജനലിൻ്റെ ഗ്ലാസിൽ ആരോ തട്ടുന്നതുപോലെ കേൾക്കും. കണ്ണാടിയിൽ നോക്കുമ്പോൾ അവളുടെ പ്രതിബിംബത്തിനു പിന്നിൽ ഒരു നിഴൽ രൂപം മിന്നിമറയുന്നതുപോലെ തോന്നും. അവൾ കിടക്കുമ്പോൾ നേർത്ത മന്ത്രങ്ങളെപ്പോലുള്ള ശബ്ദങ്ങൾ കേൾക്കാറുണ്ടായിരുന്നു. അവൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. ഒരു ദിവസം അവൾക്ക് സഹിക്കാൻ പറ്റാതെയായി. അവൾ ലൈബ്രറിയിൽ പോയി ആ ഡയറി വീണ്ടും എടുത്തു. അതിലെഴുതിയ കാര്യങ്ങൾ അവൾക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവൾ ഒരുപാട് പേരെ കണ്ടു. ആ ഭാഷ മനസ്സിലാകുന്നവരെ തിരക്കി. ഒടുവിൽ ഒരു പഴയ ചരിത്രാധ്യാപകനെ അവൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. ആ ഡയറി വായിച്ചപ്പോൾ അയാൾ ഞെട്ടിപ്പോയി. അത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഒരു പുരാതന ഗോത്രം ഉപയോഗിച്ചിരുന്ന ആഭിചാരക്രിയകളുടെ പുസ്തകമായിരുന്നു. ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കണ്ണാടി വെറുമൊരു കണ്ണാടിയല്ല, അത് മരണലോകത്തേക്കുള്ള ഒരു കവാടമാണ്. അതിലൂടെ ഒരാത്മാവിനെ വിളിച്ചു വരുത്തിയാൽ അവർക്ക് ജീവനുള്ള ഒരാളിലൂടെ ഈ ലോകത്തേക്ക് തിരിച്ചെത്താൻ സാധിക്കുമെന്നും അങ്ങനെ ചെയ്താൽ വിളിച്ചുവരുത്തിയ ആളുടെ ആത്മാവ് അവരുടെ ശരീരത്തിൽ കുടുങ്ങിപ്പോകുമെന്നും അതിൽ പറയുന്നുണ്ടായിരുന്നു. ശ്രേയ ഞെട്ടിത്തരിച്ചുപോയി. അവൾ കണ്ട ആ സ്ത്രീയുടെ മുഖം, അവളുടെ "എന്നെ പുറത്തു കടത്തൂ" എന്ന് പറഞ്ഞ ശബ്ദം. അവൾ തന്നിലൂടെ ഈ ലോകത്തേക്ക് വരാൻ ശ്രമിക്കുകയായിരുന്നു. ആ അധ്യായത്തിൻ്റെ താഴെ ചെറിയൊരു കുറിപ്പുമുണ്ടായിരുന്നു. ഒരിക്കൽ ഈ കവാടം തുറന്നാൽ അത് പൂർണ്ണമായി അടയ്ക്കാൻ പ്രയാസമാണ്. വിളിച്ചുവരുത്തിയ ആത്മാവ് അവരെ പിന്തുടർന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ശക്തി വർദ്ധിക്കും. ശ്രേയയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നതുപോലെ തോന്നി. ആ രാത്രിയിൽ താൻ അറിയാതെ ഒരു വലിയ അപകടം ക്ഷണിച്ചു വരുത്തുകയായിരുന്നു. അതിനുശേഷം ശ്രേയ ഹോസ്റ്റൽ വിട്ട് സ്വന്തം വീട്ടിലേക്ക് പോയി. അവൾക്ക് കണ്ണാടി കാണുന്നതുപോലും പേടിയായി. ഇപ്പോഴും രാത്രിയിൽ അവൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവളുടെ കണ്ണാടിയിൽ ഒരു നേർത്ത നിഴൽ മിന്നിമറയും. ചിലപ്പോൾ അവളുടെ കാതുകളിൽ നേർത്ത മന്ത്രങ്ങളും നിലവിളികളും കേൾക്കാം. ശ്രേയയ്ക്കറിയാം, അവൾ തുറന്ന ആ കവാടം പൂർണ്ണമായി അടഞ്ഞിട്ടില്ല. ആ ആത്മാവ് അവളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അവൾ ആ ഡയറി കത്തിച്ചു കളഞ്ഞു. പക്ഷേ ഭയം അവളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞുപോയില്ല. ചില രഹസ്യങ്ങൾ ഒരിക്കലും തുറന്നു നോക്കരുതെന്ന് അവൾ മനസ്സിലാക്കി.